94 പേർക്കാണ് ഇന്ന് കോവിഡ് ബാധ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 47 പേർ വിദേശത്തുനിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 37 പേർ. സമ്പർക്കം 7 പേര്. മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 23 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തമിഴ്നാട് 8, ഡൽഹി 3, ഗുജറാത്ത് 2, രാജസ്ഥാൻ 1. 39 പേരാണ് ഇന്ന് കോവിഡ് മുക്തരായത്. പാലക്കാട് 13, മലപ്പുറം 8, കണ്ണൂർ 7, കോഴിക്കോട് 5, തൃശ്ശൂർ വയനാട് 2 വീതം, തിരുവനന്തപുരം പത്തനംതിട്ട 1 വീതം. ഇങ്ങനെയാണ് നെഗറ്റീവ്. പോസിറ്റീവായതിൻ്റെ ജില്ല തിരിച്ചെടുത്താൽ പത്തനംതിട്ട 14, കാസർഗോഡ് 12, കൊല്ലം 11, കോഴിക്കോട് 10, ആലപ്പുഴ 8, മലപ്പുറം 8, പാലക്കാട് 7, കണ്ണൂർ 6, കോട്ടയം 5, തിരുവനന്തപുരം 5, തൃശ്ശൂർ 4, എറണാകുളം 2, വയനാട് 2. ഇത്തരത്തിലാണ് പോസിറ്റീവായത്. ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തിയ പാലക്കാട് ജില്ലയിലെ മീനാക്ഷി അമ്മാൾ, അബുദാബിയിൽ നിന്ന് തിരിച്ചെത്തിയ മലപ്പുറം എടപ്പാൾ സ്വദേശി ഷബ്നാസ്, കൊല്ലം ജില്ലയിലെ കാവനാട് സ്വദേശി സേവ്യർ എന്നിവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത്. ഇവർക്ക് 3 പേർക്കും കോവിഡ് ബാധയുണ്ടായിരുന്നുവെന്ന് പരിശോധനാ ഫലത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഷബ്നാസ് രക്താർബുദ ചികിത്സയിലായിരുന്നു. കൊല്ലം സ്വദേശി സേവ്യർ മരണമടഞ്ഞ ശേഷമാണ് ആശുപത്രിയിലെത്തിച്ചത്. പരിശോധന വേണമെന്ന് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചു. 2 തവണ പരിശോധിച്ച് ആണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ 3 പേരുടെയും വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതോടെ സംസ്ഥാനത്തുള്ള ആകെ മരണം 14 ആയി. ഇന്ന് 3787 സാമ്പിളുകൾ പരിശോധിച്ചു. ഇതുവരെ 1588 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 884 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 1,70,7065 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 1,68,578 പേർ വീടുകളിലും 1487 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് 225 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 76,383 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 72,139 എണ്ണം രോഗബാധയില്ല എന്നുറപ്പാക്കിയിട്ടുണ്ട്. ഇതുവരെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 18,146 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 15,264 നെഗറ്റീവായിട്ടുണ്ട്. ആകെ സംസ്ഥാനത്ത് 99,962 സാമ്പിളുകളാണ് പരിശോധിച്ചത്.
ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം സംസ്ഥാനത്ത് 124ആയി. കണ്ണൂർ 4, കൊല്ലം 3, പാലക്കാട് 2 ഇത്തരത്തിലാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ വന്നത്. കോവിഡ്-19 പൊട്ടിപ്പുറപ്പെടുന്നതിനെ തുടർന്ന് ആൾക്കൂട്ടമുണ്ടാകുന്ന പരിപാടികളെല്ലാം കേന്ദ്ര സർക്കാർ നിരോധിക്കുകയാണല്ലോ. രാഷ്ട്രീയ സാമൂഹ്യ പരിപാടികളുടെ ഭാഗമായുള്ള ഒത്തുചേരലുകളും ആരാധനാലയങ്ങളിലെ പ്രാർത്ഥനാ ചടങ്ങുകളും ഇതുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളുമെല്ലാം ഇതിൽപ്പെടും. രോഗവ്യാപനം തടയുന്നതിന് വലിയ ആൾക്കൂട്ടം ഒഴിവാക്കേണ്ടതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ലോക്ക്ഡൗണിൽ നിന്ന് രാജ്യം ഘട്ടം ഘട്ടമായി പുറത്തു കടക്കുകയാണ്. ഈ നിലയിൽ അധികകാലം തുടരാൻ നമുക്ക് കഴിയില്ല. ഉൽപ്പാദന മേഖലകളും സേവന മേഖലകളുമെല്ലാം നിശ്ചലമാക്കി സമൂഹത്തിന് അധികകാലം മുന്നോട്ട് പോകാനാവില്ല. ലോക്ക്ഡൗൺ ഇളവുകളുടെ ഭാഗമായി ജൂൺ 8 മുതൽ ആരാധനാലയങ്ങളും മതസ്ഥാപനങ്ങളും തുറക്കാമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മെയ് 30 പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ കാത്തിരിക്കുകയാണ്. ആരാധനാ കേന്ദ്രങ്ങൾ തുറക്കാമെന്ന് പറഞ്ഞപ്പോഴും വലിയ ആൾക്കൂട്ടം ഒരു പരിപാടിക്കും ഈ ഘട്ടത്തിൽ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കേന്ദ്രത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വരുന്ന മുറക്ക് നിയന്ത്രണ വിധേയമായി കേരളത്തിൽ ആരാധനാലയങ്ങൾ എങ്ങനെ തുറക്കാമെന്നതിനെക്കുറിച്ച് അഭിപ്രായമാരായാൻ ഇന്ന് വിവിധ വിഭാഗം മതവിഭാഗങ്ങളുമായും മതമേധാവികളുമായും മതസംഘടനാ നേതാക്കളുമായും മതസ്ഥാപന ഭാരവാഹികളുമായും വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തി. ആരാധനാലയങ്ങളിൽ സാധാരണ നില പുനഃസ്ഥാപിച്ചാൽ വലിയ ആൾക്കൂട്ടമുണ്ടാകുമെന്നും അത് ഇന്നത്തെ സാഹചര്യത്തിൽ രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്നുമുള്ള സർക്കാരിൻ്റെ നിലപാടിനോട് എല്ലാവരും പൂർണ്ണമായി യോജിച്ചു. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം തുടങ്ങിയ 3 വിഭാഗങ്ങളുമായും വെവ്വേറെയാണ് ചർച്ച നടത്തിയത്. ആരാധനാലയത്തിൽ എത്തുന്ന വിശ്വാസികളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാമെന്ന് തന്നെയാണ് പങ്കെടുത്ത മതനേതാക്കളുടെ എല്ലാം അഭിപ്രായം. ആരാധനാലയങ്ങളിൽ വരുന്നവരിൽ സാധാരണ നിലയിൽ ധാരാളം മുതിർന്ന പൗരന്മാരും മറ്റ് രോഗങ്ങളുള്ളവരും കാണും. റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയണമെന്ന് ആരോഗ്യ വിഭാഗം നിർദ്ദേശിക്കുന്ന ഇവർ ആരാധനാലയങ്ങളിൽ വരുന്നത് അപകടമാണെന്നാണ് സർക്കാർ കരുതുന്നത്. ഇവരെ കോവിഡ് രോഗം പെട്ടെന്ന് പിടികൂടാനിടയുണ്ട്. മാത്രമല്ല, പിടിപെട്ടാൽ ഇവരെ സുഖപ്പെടുത്താനും പ്രയാസമുണ്ട്. പ്രായമായവരിലും മറ്റ് രോഗമുള്ളവരിലും മരണനിരക്ക് കൂടുതലാണെന്ന പ്രശ്നം നാം ഗൗരവമായി കാണേണ്ടതുണ്ട്. അതിനാൽ ഈ വിഭാഗം ആളുകളുടെ കാര്യത്തിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനോട് മതനേതാക്കൾ പൊതുവെ യോജിപ്പാണ് അറിയിച്ചത്. നിയന്ത്രണങ്ങൾ സംബന്ധിച്ച വിശദാംശം കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വന്നാൽ മാത്രമേ
തീരുമാനിക്കാൻ കഴിയും. ആരാധനാലയങ്ങൾ വഴി രോഗവ്യാപനമുണ്ടാകുന്നത് ഒഴിവാക്കാൻ ഉതകുന്ന ഒട്ടേറെ പ്രായോഗിക നിർദ്ദേശങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ മതനേതാക്കൾ മുൻപോട്ട് വച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര മാർഗനിർദ്ദേശം വന്ന ശേഷം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കും. ആരാധനാലയങ്ങൾ എന്തുകൊണ്ട് തുറക്കുന്നില്ലെന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്ന ചില പ്രസ്താവനകൾ അടുത്ത ദിവസങ്ങളിൽ കാണുകയുണ്ടായി. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രസ്താവനകളാണ് അതെന്ന് കരുതുന്നില്ല. ആരാധനാലയങ്ങൾ രാജ്യവ്യാപകമായി അടച്ചിടാൻ കേന്ദ്ര സർക്കാരാണ് തീരുമാനിച്ചത്. ആരാധനാലയങ്ങൾ മാത്രമല്ല, വിദ്യാലയങ്ങളും പരിശീലന കേന്ദ്രങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പരിപാടികൾക്കെല്ലാം വിലക്കുണ്ട്. ഇളവുകളുടെ ഭാഗമായി ജൂൺ 8 മുതൽ ആരാധനാലയങ്ങൾ തുറക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇന്ന് മതമേധാവികളുമായും മതപണ്ഡിതരുമായും ചർച്ച നടത്തിയത്. ആരാധനാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നത് വിശ്വാസികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു എന്ന് സർക്കാരിനറിയാം. എന്നാൽ സമൂഹത്തിൻ്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് എല്ലാ മതവിഭാഗങ്ങളും പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വലിയ അഭിപ്രായ ഐക്യമാണ് സർക്കാരും മതമേധാവികളും മതപണ്ഡിതന്മാരും തമ്മിലുള്ളത്. നല്ല ഒത്തൊരുമയോടെ നിയന്ത്രണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലോക്ക്ഡൗൺ കാലത്ത് നാം പ്രവർത്തിച്ചു. അതിന് ബന്ധപ്പെട്ടവരോട് സർക്കാർ നന്ദി പറയുന്നു. തുടർന്നും അവരുടെ നിസ്സീയമായ സഹകരണം ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥന. ആരാധനാലയങ്ങൾ പൂർണ്ണമായി അടച്ചിടേണ്ട സാഹചര്യം വന്നപ്പോഴും മതനേതാക്കളുമായി സർക്കാർ ആശയവിനിമയം നടത്തിയിരുന്നു. ഓരോ ഘട്ടത്തിലും അവരെ വിശ്വാസത്തിലെടുത്തും അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുമാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. കൊട്ടിയൂർ ഉത്സവം ഈ മാസം നടക്കുകയാണ്. അതിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആൾക്കൂട്ടമുണ്ടാകുന്ന എല്ലാ പരിപാടികളും ഒഴിവാക്കി ചടങ്ങുകൾ മാത്രം നടത്താമെന്നാണ് ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. നാളെ ലോക പരിസ്ഥിതി ദിനമാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണം മനുഷ്യരാശിയുടെ അതിജീവനത്തിന് അനിവാര്യമാണ്. മനുഷ്യർ നടത്തുന്ന അനിയന്ത്രിതമായ ചൂഷണം പ്രകൃതിയുടെ സന്തുലാവസ്ഥയെ തകിടം മറിക്കുന്നു. അതിൻ്റെ ഫലമായി ആഗോളതാപനവും സമുദ്രമലിനീകരണവും മരുഭൂമിവൽക്കരണവും കൊടും വരൾച്ചകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഉൾപ്പെടെയുള്ള വലിയ വെല്ലുവിളികളാണ് ഈ കാലത്ത് മനുഷ്യർ നേരിടുന്നത്. ഈ പ്രതിസന്ധി മറികടക്കാൻ
ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ അനിവാര്യമാണ്. പരിസ്ഥിതി സൗഹൃദത്തിൽ ഊന്നുന്ന വികസന നയങ്ങളാണ് നമുക്ക് വേണ്ടത്. പ്രകടന പത്രികയിൽ വിശദമാക്കിയതനുസരിച്ച് കഴിഞ്ഞ 4 വർഷവും ഈ ആശയം മുൻനിർത്തിയാണ് LDF സർക്കാർ പ്രവർത്തിച്ചത്. കേരളത്തിൻ്റെ ജലസമൃദ്ധി വീണ്ടെടുക്കുക, പരിസ്ഥിതി മലിനീകരണം ഇല്ലാതാക്കുക, സുരക്ഷിത ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, വനവൽക്കരണം ഊർജിതമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഹരിത കേരള മിഷൻ നടപ്പിലാക്കി. മിഷന്റെ നേതൃത്വത്തിൽ 2016-17 വർഷം 86 ലക്ഷം വൃക്ഷത്തൈകൾ കേരളത്തിൽ നടുകയുണ്ടായി. 2017-18 1 കോടി, 2018-19 2 കോടി, 2019-20 3 കോടി. ഇത്തരത്തിലാണ് വൃക്ഷത്തൈകൾ നടാൻ പ്ലാനിട്ടത്. എന്നാൽ തുടർച്ചയായ 2 വർഷങ്ങളിലെ പ്രളയം തൈകളുടെ നിലനിൽപ്പിനെ സാരമായി ബാധിച്ചു. ഈ സാഹചര്യത്തിലാണ് വൃക്ഷവൽക്കരണ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനും കൃത്യമായ തുടർ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമായി പച്ചത്തുരുത്ത് പദ്ധതി ആരംഭിച്ചത്. ലോകത്തെ പിടിച്ചുകുലുക്കിയ പല മഹാമാരികളും മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകർന്നവയാണ്. സാർസ്, മെഴ്സ് തുടങ്ങി ഈ അടുത്ത് സംഭവിച്ച നിപ ഉൾപ്പെടെയുള്ള പല രോഗങ്ങളും മൃഗങ്ങളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകർന്നത്. പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെയാണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗാണുക്കൾ എത്തുന്നതിന് കാരണമായി പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം രോഗങ്ങളെ തടയണമെങ്കിൽ മനുഷ്യൻ അവൻ്റെ ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. അവൻ ജീവിക്കുന്ന പ്രകൃതിയുടെയും അതിലെ മറ്റ് ജീവജാലങ്ങളുടെയും ആരോഗ്യം കൂടെ സംരക്ഷിക്കേണ്ടതായി വരും. ഏകലോകം ഏകാരോഗ്യം, വൺ വേൾഡ് വൺ ഹെൽത്ത് എന്ന ആശയത്തെ മുൻനിർത്തിയാകണം ഇനിയുള്ള നമ്മുടെ പരിസ്ഥിതി ഇടപെടലുകൾ. ആ വിശാല ലക്ഷ്യം പടിപടിയായി നാം കൈവരിക്കേണ്ടതാണ്. ഈ വർഷം 1,09,00,000 വൃക്ഷത്തൈകൾ നട്ടാണ് പരിസ്ഥിതി ദിനം നാം ആചരിക്കുന്നത്. ജൂൺ 5-ന് 81 ലക്ഷം തൈകൾ നടും. ജൂലൈ 1 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ 28 ലക്ഷം തൈകൾ നടും. ഭൂമിക്ക് കുട ചൂടാൻ 1 കോടി മരങ്ങൾ എന്ന ശീർഷകത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനായി ആവിഷ്കരിച്ച പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായാണ് സുഭിക്ഷ കേരളം പദ്ധതി നടപ്പാക്കപ്പെടുന്നത്. ഈ പദ്ധതിക്കായി അടുത്ത ഒരു വർഷം 3,680 കോടി രൂപയാണ് ചെലവിടുക. പ്രകൃതി വിഭവങ്ങൾ വിവേകപൂർവ്വം വിനിയോഗിച്ചും അവയുടെ തുല്യ വിതരണം ഉറപ്പാക്കിയും
മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പരിസ്ഥിതി ദിനാചരണം നമുക്ക് കൂടുതൽ ഊർജം പകരട്ടെ. കൈറ്റ് വിക്ടേഴ്സ് ചാനൽ നേരത്തെ തന്നെ ഏഷ്യാനെറ്റ് ഡിജിറ്റൽ, കേരള വിഷൻ, ഡെൻ നെറ്റ്വർക്ക്, DG മീഡിയ, സിറ്റി ചാനൽ തുടങ്ങിയ കേബിൾ ശൃംഖലകളിൽ ലഭ്യമാക്കിയത് നമ്മുടെ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായിരുന്നു. ഇതിന് സഹകരിച്ച എല്ലാ കേബിൾ ഓപ്പറേറ്റർമാർക്കും നന്ദി പറയുന്നു. ഓൺലൈൻ ക്ലാസുകൾ എല്ലാ കുട്ടികളിലേക്കും എത്താനായി കൈറ്റ് വിക്ടേഴ്സ് ചാനൽ DTH ശൃംഖലയിലും ഉൾപ്പെടുത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര മാനവശേഷി വകുപ്പിന് കത്ത് നൽകിയിരുന്നു. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിക്കും കത്തയച്ചിരുന്നു. ഇതിനനുകൂലമായ പ്രതികരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ തുടർച്ചയായി പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈറ്റും അതുപോലെ അവരുടെ വരിക്കാരും എല്ലാം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇപ്പോൾ DTH ശൃംഖലകളിൽ കൈറ്റ് വിക്ടേഴ്സ് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തോടൊപ്പം നിന്ന ഡിഷ് TV, D2H, സൺ ഡയറക്റ്റ്, ടാറ്റ സ്കൈ, എയർടെൽ എന്നീ DTH സേവനദാതാക്കളോടും സംസ്ഥാന സർക്കാരിൻ്റെ നന്ദി അറിയിക്കുന്നു. കേരള വിഷൻ ഡിജിറ്റൽ TVയിൽ 2 ചാനലുകളിലായി വിക്ടേഴ്സ് സംപ്രേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിന്നോക്കാവസ്ഥയുള്ള കേബിൾ TV കണക്ഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് സൗജന്യ കേബിൾ കണക്ഷൻ നൽകാൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് നന്ദി അറിയിക്കുന്നു. ഓൺലൈൻ പഠനത്തിനായി സൗകര്യങ്ങളില്ലാത്ത കുട്ടികൾക്കായി വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സഹകരണ സംഘങ്ങളുടെ പരിധിയിലെ അർഹരായ വിദ്യാർത്ഥികൾക്ക് ടെലിവിഷൻ സൗകര്യം ഏർപ്പെടുന്നതിന് അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. KSTA ആദ്യഘട്ടത്തിൽ 2500 ടെലിവിഷനുകളും കേരള NGO യൂണിയൻ 50 ലക്ഷം രൂപയുടെ ടെലിവിഷനുകളുമാണ് വാങ്ങി നൽകുന്നത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് 50 ലക്ഷം രൂപ ടെലിവിഷൻ വാങ്ങുന്നതിനായി അനുവദിച്ചു. കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും അപ്പോളോ ടൈവേഴ്സ് ലിമിറ്റഡും 100 വീതം ടെലിവിഷനുകൾ വാങ്ങി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2000 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ലഭ്യമാക്കുന്നുവെന്ന് വ്യവസായ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ആന ചരിഞ്ഞ സംഭവം പോലീസും വനം വകുപ്പും സംയുക്തമായി അന്വേഷിക്കും. കുറ്റക്കാരെന്ന് സംശയിക്കുന്ന 3 പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ ഫോറസ്റ്റ് ഓഫീസറും ഇന്ന് സംഭവസ്ഥലം സന്ദർശിച്ചു. കോട്ടയം താഴത്തങ്ങാടിയിൽ ഷീബ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ
2 ദിവസത്തിനകം പിടികൂടാനായത് കേരള പോലീസിനുള്ള വലിയ നേട്ടം തന്നെയാണ്. മോഷണം പോയ സ്വർണവും വാഹനവും കണ്ടെടുത്തിട്ടുമുണ്ട്. വടകര തൂണേരിയിൽ കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചയാളുടെ ഫിഷ് സ്റ്റോളിൻ്റെ തട്ടിയും ഷട്ടറും കഴിഞ്ഞ രാത്രി ആരോ തകർത്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവം നാദാപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയാണ്. സമീപത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ആ തരത്തിൽ കുറ്റക്കാരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ്. മാസ്ക് ധരിക്കാത്ത 2928 സംഭവങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 28 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ 1,25,55,150 രൂപ. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ 6 ലക്ഷം രൂപ. കേരള സംസ്ഥാന ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5 ലക്ഷം. വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം. വയനാട് ടൂറിസം ഓർഗനൈസേഷൻ 5 ലക്ഷം. തിരുവനന്തപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം 5 ലക്ഷം. ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് തിരുവനന്തപുരം റൂറൽ 2,33,263. കൂസാറ്റിലെ മുൻകാല SFI പ്രവർത്തകരുടെ കൂട്ടായ്മ ഹൃദയപക്ഷം 5 ലക്ഷം. കല്ലുമല അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് ബാങ്ക് 4,73,218 രൂപ. KSSPU ചാലക്കുടി ബ്ലോക്ക് പരിധിയിലെ പ്രധാന പ്രവർത്തകർ 3,29,602 രൂപ. KSRTC എംപാനൽ ജീവനക്കാർ 2,15,000 രൂപ. ഇന്ത്യൻ പെന്തക്കോസ് ചർച്ച് കുമ്പനാട് 2 ലക്ഷം രൂപ. പുരോഗമന കലാസാഹിത്യ സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 2,80,000 രൂപ. ജില്ലാ സഹകരണ ബാങ്കുകളിലെ റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ഫെഡറേഷൻ 2,80,000 രൂപ. ചേർത്തല സൗത്ത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 2 ലക്ഷം രൂപ. വീനസ് അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം 2,27,000 രൂപ. കേരള സപ്ലൈകോ സപ്ലയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 1,53,501 രൂപ. AIYF ആലപ്പുഴ മണ്ഡലം കമ്മിറ്റി 1,55,388 രൂപ. NFPRMS എംപ്ലോയീസ് തിരുവനന്തപുരം ബ്രാഞ്ച് 1,23,700 രൂപ. AIYF ശൂരനാട് മണ്ഡലം കമ്മിറ്റി 1,112 രൂപ. ഫാറൂഖ് കോളേജ് SS ഹോസ്റ്റലിലെ 84-90 ബാച്ച് കൂട്ടായ്മ 2,100,000 രൂപ. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ HOCയിലെ താൽക്കാലിക ജീവനക്കാർ 1 ലക്ഷം രൂപ. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സഹകരണ സംഘം വിഹിതവും ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും സംഭാവനയും ചേർത്ത് 1,25,000 രൂപ. ആറന്മുള വിദ്യാധിരാജ ശ്രീ വിജയാനന്ദ ആശ്രമം 50,000 രൂപ. ഇത്രയാണ് ഇന്ന് വിവരം പങ്കിടാനുള്ളത്. ആന ജനിച്ച സംഭവത്തിൽ BJPയുടെ കേന്ദ്ര നേതാക്കന്മാർ ചില തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു.
പാലക്കാട് നടന്ന സംഭവം മലപ്പുറത്താണ് നടന്ന രീതിയിൽ ബിജെപിയുടെ കേന്ദ്ര നേതാവ് മേനക ഗാന്ധി ട്വീറ്റ് ചെയ്യുകയും ഒരു വാർത്താ ഏജൻസിക്ക് അഭിമുഖം നൽകുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ല ക്രൂരതകൾക്ക് പേരുകേട്ട നാടാണ് എന്ന പ്രചരണം അവർ നടത്തുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് സർക്കാർ കാണുന്നത്? ആന ചെരിഞ്ഞതിനെ കുറിച്ച് ഇന്നലെ തന്നെ പറഞ്ഞു. ഒരു മിണ്ടാപ്രാണിയുടെ മരണം പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ വളരെ വേദന ഉളവാക്കുന്ന ഒന്നാണ്. പക്ഷേ ദൗർഭാഗ്യകരമായ ആ സംഭവത്തിൻ്റെ പേരിൽ നിങ്ങളിവിടെ ഉന്നയിച്ചതുപോലെ കേരളത്തിനെതിരെ പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് സംഘടിതമായ ക്യാമ്പയിൻ ദേശീയ തലത്തിൽ നടക്കുകയാണ്. ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ശരി. മലപ്പുറത്തല്ല, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ആന ചെരിഞ്ഞത്. കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ ക്യാമ്പയിന് തയ്യാറാകുന്നത്. കേരളത്തെയും മലപ്പുറത്തെയും അപകീർത്തിപ്പെടുത്താനാണ് ഈ വസ്തുതാവിരുദ്ധ ക്യാമ്പയിനിലൂടെ അവർ ശ്രമിക്കുന്നത്. ഇത് ശരിയായ രീതിയല്ല. കേരളത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനുമാവില്ല. മനുഷ്യനും മൃഗങ്ങളും വൃക്ഷങ്ങളും ജലാശയങ്ങളും എല്ലാം ചേർന്നതാണ് പ്രകൃതി. അതിൻ്റെ സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി മനുഷ്യനും മൃഗവും തമ്മിലുള്ള സംഘർഷം കുറക്കാൻ എന്താണ് കൂടുതലായി ചെയ്യാൻ കഴിയുക എന്നത് പരിശോധിക്കും. എന്നാൽ ഇതിൻ്റെ പേരിൽ കോവിഡ്-19-നെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഖ്യാതിയെ ഇല്ലാതാക്കി കളയാമെന്നും വിദ്വേഷം പരത്താമെന്നും ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ തന്നെ CME മനേക ഗാന്ധി വൈകിട്ടും പറഞ്ഞത് എന്താ വെച്ചാൽ, എനിക്ക് വനവകുപ്പ് നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ് മലപ്പുറം എന്ന് പറയുന്നു. ഇപ്പോഴും അവർ തിരുത്താൻ തയ്യാറാകുന്നില്ല. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ആസൂത്രണം എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞ പോലെ തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അത് ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായി പറഞ്ഞതാണെങ്കിൽ നേരെ തിരുത്താം. അപ്പോൾ തിരുത്താൻ തയ്യാറാകാതിരിക്കുന്നത് ബോധപൂർവം പറഞ്ഞതാണ് എന്നാണ് കാണിക്കുന്നത്. ഈ മെയ് 18 മുതലാണ് ഈ സർക്കാർ ജീവനക്കാരെ മറ്റൊരു ജില്ലയിലുള്ള സർക്കാർ ജീവനക്കാരെ ജോലി പ്രവേശിക്കുമെന്ന് പറഞ്ഞിരുന്നത്. അതുവരെയുള്ള അവരുടെ ലീവായിട്ടാണോ അതെങ്ങനെയാണ്? അവർ ചിലർ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുവദിച്ചിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ആരാധനാലയങ്ങളുടെ കാര്യത്തില് ഈ കേന്ദ്രത്തിന്റെ ഒരു നിർദ്ദേശം വരാതെ നമ്മളതിന് തീരുമാനം എടുക്കുന്ന ഒരു നിലയില്ല എന്നല്ലേ? അതായത് 8-ാം തീയതി തുറക്കും അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കും എന്നുള്ള പ്രചരണം ശരിയാണോ? അല്ല, കേന്ദ്രം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 8-ാം തീയതി ആരാധനാലയങ്ങൾ തുറക്കുമെന്ന് കൃത്യമായി പറഞ്ഞു. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് പുറപ്പെടുവിക്കുന്നതാണ് എന്ന്. അപ്പോൾ അതിൽ സംശയിക്കാനില്ല, മാർഗനിർദ്ദേശങ്ങൾ വരുമെന്ന് തന്നെയാണ്. നമ്മൾ സ്റ്റേറ്റ് സംസ്ഥാനം എന്ന നിലക്ക് കേന്ദ്രത്തെ അറിയിക്കാനുള്ള കാര്യങ്ങൾ ഒരു ഭാഗം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്ന കാര്യങ്ങളും കേന്ദ്രത്തെ അറിയിക്കുന്നുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പൂന്തറ പ്രദേശത്ത് കോവിഡ് രോഗം കുറച്ചധികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള ആ ഒരു മത്സ്യവിതരണം കൂടുതലും പൂന്തറ ഭാഗത്തു നിന്നാണ്. അപ്പം അവിടെ ഒരു പ്രത്യേകമായ ഒരു നിയന്ത്രണ സംവിധാനത്തിന്റെ ആവശ്യകത തോന്നുന്നില്ലേ? സ്ത്രീകളടക്കമുള്ളവർ മത്സ്യവിപണനവുമായി ബന്ധപ്പെട്ട് നഗരപ്രദേശങ്ങളിൽ വരുന്നുണ്ടല്ലോ. ഇത് രോഗവ്യാപന സാധ്യതയുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഗൗരവമായി തന്നെ കണക്കാക്കും. അതിൻ്റെ ഭാഗമായുള്ള കണ്ടെയ്ൻമെന്റ് വേണമെങ്കിൽ അതിലേക്കും കടക്കും. ഇത് 94 ഇന്നത്തെ കേസ്. അപ്പം സമ്പർക്കം വഴിയുള്ള പല സോഴ്സ് അറിയാത്ത രോഗങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്.
ഏതെങ്കിലും സാഹചര്യത്തിൽ സർക്കാർ ഈ കണക്കുകൾ മറച്ചു വെക്കുന്നുണ്ടോ? സർക്കാർ കണക്കുകൾ മറച്ചു വെക്കുന്നതായിട്ടുള്ള വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങളും മറ്റും വരുന്നുണ്ട്. അതാണല്ലോ ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഈ ആളുകളുടെ എണ്ണം കൃത്യമായിട്ട് പറയുകയാണ്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 47 പേര് വിദേശത്ത് നിന്ന് വന്നവരാണ്, 37 പേര് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്, സമ്പർക്കം 7 ഞാൻ നേരത്തെ പറഞ്ഞു അത്. ഇന്നത്തെ കണക്ക് തീർന്നു. ഇതിൽ എവിടെയാണ് സർക്കാർ മറച്ചു വെക്കുന്ന കാര്യം വരുന്നത്? സർക്കാർ മറച്ചു വെക്കുന്നു എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാ? ഇപ്പോൾ ഇന്നലെ ഒരു മരണകാര്യം നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടുതൽ പരിശോധന നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞാലേ പറയൂ. അതിന്ന് പറയുന്നു. അതല്ലാതെ ഏത് കാര്യമാണ് മറച്ചു വെക്കുന്നത്? ഇത് ബോധപൂർവം അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്നൊരു പ്രചരണമാണ്. നേരത്തെ പറഞ്ഞ ഒരു ഭാഗം, ഇത് മറ്റൊരു ഭാഗം. അങ്ങനെയേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. അതിന് സർക്കാരിനൊന്നും വേറെ ചെയ്യാനില്ല. കേരളം ഒരു വിമാനത്തിനോട് നോ പറഞ്ഞിട്ടില്ലാത്ത CM ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് 24 വിമാനം ഒരു ദിവസം കേരളത്തിലേക്ക് അയക്കാമെന്ന് കേന്ദ്രം അറിയിച്ചപ്പോൾ 12 വിമാനം മതി എന്നാണ് കേരളം പറഞ്ഞത് എന്ന് വി മുരളീധരൻ ആരോപിക്കുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്? ഇതിലൊക്കെ എല്ലാ ദിവസവും ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയേണ്ടി വരികയാണല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇവിടെ വിമാനങ്ങൾക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നലെ തന്നെ വിശദമായി ഞാൻ പറഞ്ഞിരുന്നു. വന്ദേ ഭാരത് മിഷനിൽ ജൂൺ മാസത്തിൽ ഒരു ദിവസം 12 എന്ന നിലയിൽ വിമാനം ഷെഡ്യൂൾ ചെയ്യുന്നതിന് സമ്മതം അറിയിച്ചു എന്ന് തന്നെയാണ് ഇന്നലെ പറഞ്ഞത്. അതിലൊരു മാറ്റവും ഇല്ല. ഒരു ദിവസം 12 വിമാനം. അതുപ്രകാരം ജൂൺ 3 മുതൽ 10 വരെ ഷെഡ്യൂൾ ചെയ്യേണ്ടത് 84 വിമാനങ്ങളാണ്. എന്നാൽ 36 എണ്ണമാണ് ഷെഡ്യൂൾ ചെയ്തത്. ഇനിയും 48 എണ്ണം ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട്. ദിനംപ്രതി 12 എന്നത് ആദ്യം നടപ്പാക്കണ്ടേ? എന്നിട്ടല്ലേ 24? അത് കഴിഞ്ഞിട്ട് പോരെ 24-നെ കുറിച്ച് ആലോചിക്കൽ. നമ്മൾ അതിന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തില്ല. ഇന്നലെ ഞാൻ സംസാരിക്കുമ്പോഴും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയില്ല. കേന്ദ്രം ഷെഡ്യൂൾ ചെയ്യുന്നതിനനുസരിച്ച് സ്വീകരിക്കാൻ സംസ്ഥാനം തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ദേശീയ തലത്തിൽ ഷെഡ്യൂൾ ചെയ്യുന്നതിനുണ്ടാകുന്ന പ്രയാസങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ഈ കുറവ്. അതവർ നികത്തുമെന്നും പ്രതീക്ഷയാണ് നമ്മളിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ചാർട്ടേഡ് ഫ്ലൈറ്റുകളെക്കുറിച്ചാണ്. സ്പൈസ് ജെറ്റിൻ്റെ 300 ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകി. ഒരു സംഘടന ആവശ്യപ്പെട്ട 40 ഫ്ലൈറ്റുകൾക്കും അനുമതി നൽകി. വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് 70,712 പേർക്ക് സംസ്ഥാനത്തേക്ക് മടങ്ങി വരാനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടുണ്ട്. 2 കാര്യങ്ങൾ മാത്രമേ സർക്കാർ പറഞ്ഞുള്ളൂ. ഒന്ന്, അമിതമായി ചാർജ് ഈടാക്കാൻ പാടില്ല. മറ്റൊന്ന്, മുൻഗണനാ പട്ടികയിലുള്ളവർക്ക് മുൻഗണന നൽകുക തന്നെ വേണം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ പ്രവാസി താല്പര്യം ഹനിക്കപ്പെടുന്നില്ല. പ്രവാസി താല്പര്യം സംരക്ഷിക്കപ്പെടുകയാണ്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനികളുടെ ചാർട്ടേഡ് ഫ്ലൈറ്റുകളുണ്ട്. കമ്പനികളുടെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് ഒരു നിയന്ത്രണവുമില്ല എന്നും പറഞ്ഞിരുന്നു. സാധാരണ തൊഴിലാളികളിൽ നിന്ന് വൻതുക വാങ്ങിയാണോ കമ്പനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് വരിക? അപ്പോൾ സംസ്ഥാനത്തിൻ്റെ നിബന്ധന എങ്ങനെയാണ് തടസ്സമാകുന്നത്? പലരും തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്നതല്ലേ. മുൻഗണനാ ലിസ്റ്റിൽപ്പെടുത്തേണ്ടവർ ഈ വരുന്ന കൂട്ടത്തിൽ പെടണ്ടേ? അപ്പോൾ പിന്നെ സംസ്ഥാനം എന്ത് കുറ്റം ചെയ്തു എന്നാണ് പറയുന്നത്? പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വലുതാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ലാത്ത കാര്യമാണ്.
നാട്ടിലേക്ക് വേഗത്തിലെത്തണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം നാട്ടിലുള്ളവരുടെ സുരക്ഷയും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോവിഡിനെ നേരിടുക എന്നതാണ് പരമപ്രധാനം. അല്ലാതെ അതിലെവിടെയെങ്കിലും രാഷ്ട്രീയ അവസരമുണ്ടോ എന്ന് പരതി നടക്കലല്ല. അങ്ങനെ അന്വേഷിക്കാനും പോയിട്ടില്ല. ചിലർ ഇതിനെ ചില പ്രത്യേക അവസരമായി കാണുന്നുണ്ടാകാം. അവർ സർക്കാരിനെതിരെയുള്ള പ്രചരണത്തിനുള്ള വേദിയായി ഇതിനെയും മാറ്റാനാകുമോ എന്ന് ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സംഘടന ഏർപ്പാട് ചെയ്ത വിമാനം യാത്ര പുറപ്പെട്ടില്ല. ഉടനെ വന്നു പ്രചരണം, കേരളം അനുമതി നൽകാത്തതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് ന്യായീകരണം കണ്ടെത്താൻ ശ്രമിച്ചത്. പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലാണ് ഈ പ്രചരണം നടത്തിയത്. സത്യത്തിൽ അവിടെ അനുമതി കിട്ടാത്തതായിരുന്നു പ്രശ്നം. അത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ബോധപൂർവമായ പ്രചരണം സംഘടിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ കാര്യം പറയേണ്ടി വരുന്നത്. ഒരു കാര്യം, ഈ കാരുണ്യ പദ്ധതി നിർത്തലാക്കുന്നതോടുകൂടി ഈ രോഗികൾ ഭയങ്കരമായി ആശങ്കയിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അത് ഏകദേശം 100 കോടിയോളം രൂപ ധനവകുപ്പിന് ബാധ്യതയെന്നാണ് ഇന്ന് ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നറിയാൻ ആഗ്രഹിക്കുന്നത്. കാരുണ്യ പദ്ധതി നിർത്തലാക്കുന്നില്ല, അത് തുറന്ന് നടപ്പാവുക തന്നെ ചെയ്യും. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. മുരളീധരൻ പറയുന്നത് CM കാര്യങ്ങളൊന്നും പഠിക്കാതെയാണ് പറയുന്നത്, അങ്ങനെ കാര്യങ്ങൾ പഠിക്കുന്നില്ല. പിന്നെ അങ്ങ് പറഞ്ഞ പ്രത്യേക അവസരം സുവർണാവസരമാണോ ഉദ്ദേശിച്ചത്? ഏത് ഒരു വിഷയത്തിൽ സുവർണാവസരം എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അപ്പൊ അതാണ് CM പ്രത്യേക അവസരം? അല്ലല്ല, ഞാൻ ഈ പറയുന്ന അവസരം ഒരു പ്രത്യേക അവസരമാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അത് സുവർണവും പെടും, എല്ലാത്തവും പെടുമായിരിക്കും. കാര്യങ്ങൾ പഠിക്കാതെയാണ് ഇതൊക്കെ പ്രതികരിക്കുന്നത്. അല്ല, അതിനൊക്കെ ഞാനല്ലല്ലോ പറയണത്, ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമല്ലേ. ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഒന്നാമത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അതേ തരത്തിലുള്ള മറുപടി പറയാനല്ല ഇപ്പോൾ ഇരിക്കുന്നത്. വേണമെങ്കിൽ അതൊക്കെ പറയാൻ എനിക്കറിയാം, പക്ഷേ അത്തരം ഒരു പറച്ചിലല്ല ഞാനിപ്പോൾ താല്പര്യം കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കോവിഡിനെ നേരിടലാണ് പ്രധാനം. അതിന് മുഴുവൻ ആളുകളുടെയും സഹകരണമാണ് വേണ്ടത്. അതിനുള്ള ഒരു പങ്ക് ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രത്യേക വിമാനം ഏർപ്പെടുത്താനൊന്നും സംസ്ഥാനം ആലോചിക്കുന്നില്ല. നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ചെയ്യേണ്ടതാണ് എന്ന് ഇതിന്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ബസ് സർവീസ് ആരംഭിച്ചു, ഓട്ടോ ടാക്സി സർവീസ് ആരംഭിച്ചു, മോളും തിയേറ്റർ ഒഴികെ ബാക്കിയുള്ള മിക്കവാറും സ്ഥാപനങ്ങൾ തുറന്നു. പക്ഷേ സർക്കാർ ഓഫീസുകളിൽ 50% ജീവനക്കാർ എന്നുള്ള നിയന്ത്രണം തുടരുന്നു. അതിപ്പോഴും ചില ഓഫീസുകളിലുണ്ട്, ചില ഓഫീസുകളിലില്ല. സർക്കാർ അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ശനിയാഴ്ച പ്രവർത്തനത്തിന്റെ കാര്യത്തിലും 80%ത്തിന്റെ കാര്യത്തിലും സർക്കാർ ഓഫീസുകളുടെ കാര്യത്തിൽ അത് പൂർണ്ണമായിട്ടുള്ള തരത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തീരുമാനങ്ങൾ ഏറെക്കുറെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ചയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കാരണം ഞായറാഴ്ച ഇപ്പോൾ നമ്മൾ പൂർണ്ണമായി ലോക്ക്ഡൗണായി നിൽക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ദിവസമാണ് ഒഴിവുണ്ടാവുക. അതിനെപ്പറ്റി ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ അത് താൽക്കാലികം മാത്രമാണ്, എപ്പോഴും മാറാം. സർക്കാർ ഓഫീസുകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് സെക്രട്ടേറിയറ്റ് അടക്കമുള്ള സർക്കാർ ഓഫീസുകളിൽ പുറത്തുള്ള ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവർ താമസിക്കുന്നത് സ്വകാര്യ ലോഡ്ജുകളിലും ഹോസ്റ്റലുകളിലൊക്കെയാണ്. അത്തരം സ്ഥാപനങ്ങളൊന്നും ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നില്ല ഈ കോവിഡ് ഭീഷണി കാരണം. അവർക്ക് താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകുമോ, അല്ലെങ്കിൽ DA ആക്ടിന്റെ പരിധി ഇതൊക്കെ തുറക്കണം, അവശ്യ സർവീസായി തുറക്കണമെന്ന് ആവശ്യപ്പെടാൻ സർക്കാർ നിയമമോ? ജില്ലയിലെ മാത്രമല്ല മറ്റ് ജില്ലകളിലെ സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട് അത്തരമൊരു പ്രയാസമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് തീർച്ചയായും ഇടപെടും, ഒരു സംശയമില്ല. അപ്പം നമുക്ക് ഏറെക്കുറെ ആയി എന്നാണ് തോന്നുന്നത്. നമുക്ക് മെനഞ്ഞാന്ന് മരിച്ച ഒരു വൈദികന്റെ മൃതദേഹം ഇന്ന് അല്പം മുമ്പാണ് സംസ്കരിച്ചത്. ഇന്നലെ ഉടനീളം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തലസ്ഥാനത്ത് തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു കൂട്ടം ആളുകൾ തടയുക. അപ്പൊ നമുക്കത് നമ്മളെ പോലൊരു തലസ്ഥാനത്ത് തന്നെ ഇങ്ങനെ കാര്യം നടന്നതിനെ കുറിച്ച് CMന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
ഇത് സമൂഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട് ശവസംസ്കാരം നടത്തുന്നതിൽ നേരത്തെയുള്ള നിപ്പ പോലുള്ള മരണത്തിൻ്റെ പ്രോട്ടോക്കോളൊന്നും പാലിക്കേണ്ടതായിട്ടില്ല എന്ന് ഇതിനു മുൻപ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഇതിനെ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം. അതിൻ്റെ ഭാഗമായി വന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ്. ഏതായാലും അത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 30-ാം തീയതിയോടുകൂടി ഈ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിലെ PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ അവരുടെ റാങ്ക് ലിസ്റ്റുകൾ ഏതെങ്കിലും തരത്തിൽ നീട്ടാനുള്ളൊരു നീക്കം ഉണ്ടോ? റാങ്ക് ലിസ്റ്റുകൾ നീട്ടുന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ബാക്കി നമുക്ക് പിന്നീട് എടുക്കാം, നാളെ എടുക്കാം.